നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചിരിക്കുന്നു. വത്തിക്കാൻ വീഡിയോയിലൂടെ വിയോഗ വാർത്ത അറിയിച്ചിരിക്കുന്നത് ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച് വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മാർപ്പാപ്പ വിശ്രമത്തിലായിരുന്നു. ഇപ്പോൾ ഈസ്റ്റർ ശുശ്രൂഷകളിലടക്കം പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ 7:35 അദ്ദേഹത്തിൻ്റെ അന്ത്യം. 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 11 വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് വിടവാങ്ങിയത്. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചന പ്രവാഹമാണ്. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ 1936 ഡിസംബർ 7 ജനനം. ഹോർഗെ മാരിയോ ബെർഗോളിയോ എന്നായിരുന്നു യഥാർത്ഥ പേര്. 1958 ഈശോ സഭയിൽ ഇദ്ദേഹം ചേർന്ന് 69 ഡിസംബർ 13 പൗരോഹിത്യം സ്വീകരിച്ചു. 2001 ഫെബ്രുവരി 1 കർദിനാളായി. 2013 മാർച്ച് 13 മാർപ്പാപ്പ പദവിയിലെത്തി. കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ യാത്ര എന്ന ആഗ്രഹം സഫലമാകാതെയാണ് മാർപ്പാപ്പയുടെ വിയോഗം. അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുവാനുള്ള ആഗ്രഹം മാർപ്പാപ്പ പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മയാകുമ്പോൾ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുന്ന സമാനതകളില്ലാത്ത ഒരു ജീവിതത്തിന് കൂടിയാണ് വിരാമമാകുന്നത്. സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിലൂടെ ഏറ്റവും പ്രായം കൂടിയ പോപ്പുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ശാരീരിക ആവശ്യകതകൾ മൂലം അദ്ദേഹം ബെനഡിക്ട് 16 മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നാണ് കത്തോലിക്ക സഭയുടെ 266ാമത് മാർപ്പാപ്പയായിട്ട് ജോർജ് മരിയോ ബെർഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പ സ്ഥാനമർഹിതനാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ മാർപ്പാപ്പമാരിൽ ഒരാൾ എന്ന നിലയ്ക്ക് ലോകമെങ്ങും സ്വീകാര്യനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കുള്ളിലെ നവീകരണത്തിൻ്റെ പുതിയ അധ്യായം കൂടിയായിരുന്നു. കത്തോലിക്ക സഭയുടെ തലവനായിട്ട് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പയും ആദ്യമായി ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച മാർപ്പാപ്പ എന്ന ഖ്യാതിയും മാർപ്പാപ്പയ്ക്ക് സ്വന്തമാണ്. ഇദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം എന്ന് പറയപ്പെടുന്നത് പൗരോഹിത്യത്തിലെത്തുന്നതും ഇറ്റാലിയൻ റെയിൽവേ ജീവനക്കാരൻ്റെ 5 മക്കളിൽ ഒരാളായിട്ട് 1936 ഡിസംബർ 17 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് മാർപ്പാപ്പ ജനിച്ചത്. 69 ഡിസംബർ 13 ആർച്ച് ബിഷപ്പ് റാമോൻ ജോസ് കയ്യാലാനിൽ നിന്നും പട്ടം സ്വീകരിച്ചു. 73 ജൂലൈ 31 അർജന്റീനയിലെ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിൽ പ്രൊവിൻഷ്യലായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 86 മാർച്ചിൽ ജർമ്മനിയിലെത്തി PhD പഠനം പൂർത്തിയാക്കി. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ ഖറോസിയനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയോ ബിഷപ്പാക്കാൻ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ തീരുമാനിക്കുന്നു. 92 മെയ് 20 സഭയുടെ ഉത്തരവിന് പിന്നാലെ ഫാദർ ജോർജ് ബെർഗോളിയയെ മെയ് 27 ബിഷപ്പായി അഭിഷിക്തനാക്കുന്നു. തുടർന്ന് ബ്യൂണസ് ഐറിസിൻ്റെ സഹായമെത്രാൻ, പിന്നെ ഔക്ക രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളിലൊക്കെ അദ്ദേഹത്തെ നിയമിക്കുന്നു. 97 ജൂൺ 3 ജോർജ് ബെർഗോളി ഓക്സിലിയറി ആർച്ച് ബിഷപ്പായി. അതിനുശേഷം 9 മാസങ്ങൾക്ക് ശേഷം കർദിനാൾ അന്റോണിയോ കൊറാസിനെ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിൻ്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളി നിയമിതനാകുന്നു. 1998 ഫെബ്രുവരി 28 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ഏൽക്കുന്നു. അതിനുശേഷം അർജന്റീനിയൻ കിഴക്കൻ സഭകളുടെ ആരാധനാ സമിതികളുടെ ചുമതലകളടക്കം നൽകുന്നു. 2001 ഫെബ്രുവരി 21 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ജോർജ് ബെർഗോളിയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നു. 2001 കർദിനാളായി ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ ഔദ്യോഗിക വസതി ഒഴിവാക്കി ചെറിയ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു. സാധാരണക്കാർക്കൊപ്പം പൊതുവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. കർദിനാൾ പദവി ലഭിച്ച ശേഷം ബെർഗോളി ബിഷപ്പുമാരുടെ സിനഡിൻ്റെ ജനറൽ റിലേറ്റർ പദവി നൽകി. ജോൺ പോൾ II മരണത്തിന് ശേഷം 2005 ചേർന്ന കോൺക്ലേവിൽ ജോൺ ബെർഗോളിയും പങ്കെടുത്തിരുന്നു. 2013 മാർച്ച് 13 നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ 266ാമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായിട്ടുള്ള കർദിനാൾ ജോർജ് മരിയോ ബെർഗോളിയെ തിരഞ്ഞെടുക്കുന്നു. ഫ്രാൻസിസ് I എന്ന നാമത്തിൽ മാർപ്പാപ്പയായി സ്ഥാനമേറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാവും ആ ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമമാണ് അദ്ദേഹം ഇതിലൂടെ സ്വീകരിക്കപ്പെട്ടത്. എന്നാൽ
ഈ പേരിനെ ചൊല്ലിയൊക്കെ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ജീവിതം ലാളിത്യത്തിൻ്റെ പര്യായം എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിൻ്റെ നിറവ് കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം എന്ന് പറയപ്പെടുന്നത്. വ്യക്തിപരമായിട്ടുള്ള ആഘോഷങ്ങളോട് ആഭിമുഖ്യമില്ലാത്ത മാർപ്പാപ്പ തൻ്റെ പൂർവികരിൽ നിന്നും കൂടുതൽ ലളിതമായിട്ടുള്ള ജീവിതം നയിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു. കർദിനാൾ സ്ഥാനം അല്ലെങ്കിൽ കർദിനാൾ സ്ഥാന സമയത്തെ രീതികൾ തന്നെയാണ് ഇവിടെയും മാർപ്പാപ്പയായതിനു ശേഷവും തുടർന്നത് എന്നുള്ളതാണ്. മാർപ്പാപ്പയായ ശേഷവും ലാളിത്യം എന്ന മുഖമുദ്ര കൈവിടാതെ വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ സാധാരണക്കാരനായി താമസമാക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെയും ചില സവിശേഷതകളുണ്ട്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ചിൽ നടന്ന പീപ്പിൾ കോൺക്ലേവ് 2ാം ദിവസം 5ാം തവണ വോട്ടിങ്ങിൽ കർദിനാൾ ബെർഗോളിയയെ ആഗോള സഭയുടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. 2013 മാർച്ച് മാസം 19 ഇദ്ദേഹം സ്ഥാനമേറ്റു. സാധാരണ ഞായറാഴ്ചകളിലാണ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകളൊക്കെ അന്ന് നടക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതിലുമുണ്ടായി ചില മാറ്റങ്ങൾ എന്നുള്ളതാണ്. ചൊവ്വാഴ്ചയാണ് ഇത് നടന്നത്. ആഗോള സഭ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ഔസേപ്പിൻ്റെ മരണത്തിരുന്നാൾ അത് കണക്കിലെടുത്തായിരുന്നു ഈ മാറ്റം എന്ന് പറയപ്പെടുന്നത്. പുതിയ മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു. ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായിട്ട് തന്നെ സ്വീകരിക്കുന്നത്. തൻ്റെ മാതൃഭാഷയായിട്ടുള്ള സ്പാനിഷിന് പുറമേ ലത്തീൻ, ഇറ്റാലിയൻ, ജർമ്മൻ, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലൊക്കെ അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യം നേടിയ ആളായിരുന്നു മാർപ്പാപ്പ ഫ്രാൻസിസ്. മാത്രമല്ല, ഇറാഖ് സന്ദർശന വേളയിലെ വധശ്രമം, തുറന്നു പറയലുകളുടെ ആത്മകഥയുമൊക്കെ, അങ്ങനെ പല രചനകളുമൊക്കെ ആത്മകഥകളുമൊക്കെ എപ്പോഴും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെയാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അങ്ങനെ തന്നെ പറയേണ്ടി വരുമെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നതായിരുന്നു. 2025 മഹാജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് ജനുവരി 14 80-ലേറെ രാജ്യങ്ങളിൽ പ്രകാശനം ചെയ്യുന്ന ഹോപ്പ് എന്ന പേരുള്ള ആത്മകഥയുടെ ചില ഭാഗങ്ങൾ ഒരു ഇറ്റാലിയൻ ദിനപത്രം പ്രസിദ്ധീകരിച്ചതിലാണ് ഏവരെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അതിനകത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. 3 വർഷം മുൻപ് ഇറാഖ് സന്ദർശനത്തിനിടെ തന്നെ വധിക്കാൻ ശ്രമമുണ്ടായി എന്നാണ് മാർപ്പാപ്പ ആ ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നത്. 2021 മാർച്ചിൽ മൊസൂൾ സന്ദർശിക്കുന്നതിനിടെ ഒരു വനിതാ ചാവേറും സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കും ആക്രമണത്തിന് നീങ്ങുന്നതായി ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് വിവരം നൽകിയെന്നും ഇറാഖി പോലീസ് തടഞ്ഞതിനെ തുടർന്ന് അവ ലക്ഷ്യത്തിലെത്തും മുൻപ് പൊട്ടിത്തെറിച്ചുവെന്നും മാർപ്പാപ്പ വെളിപ്പെടുത്തുന്നു. ആത്മകഥ അല്ലെങ്കിൽ ആത്മകഥയ്ക്കപ്പുറവും മാർപ്പാപ്പയുടെ പുസ്തകങ്ങൾ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നുവെന്ന് വേണം പറയാൻ. ലെറ്റസ് ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകത്തിലൂടെ കോവിഡ് ലോകത്തെ ചിന്തകൾ മാർപ്പാപ്പ പങ്കുവച്ചത് ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ ഓസ്റ്റിൻ ഇബേറുമായി ചേർന്നുകൊണ്ടുള്ള ഒരു പുസ്തകം തയ്യാറാക്കിയത്. സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് പ്രതിസന്ധി കാലത്ത് പ്രതീക്ഷയുടെ വേറിട്ട അടയാളം. അവരാണ് ഭരണനിർവഹണത്തിൽ പുരുഷന്മാരെക്കാൾ മെച്ചം. അവർക്ക് പ്രക്രിയകൾ മനസ്സിലാകും, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കരുത്തുണ്ട്. വീട്ടമ്മമാരെന്ന് സ്ത്രീകളെ വിശേഷിപ്പിക്കുന്നത് തരം താഴ്ത്തലായി കരുതപ്പെടുന്ന അത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വീട് നടത്തുക എന്നത് ചെറിയ കാര്യമല്ല എന്നും ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യണമെന്നും പല താല്പര്യങ്ങൾ ഒത്തുകൊണ്ടു പോകണമെന്നും വഴക്കം ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഒരേ സമയം അവർ 3 ഭാഷകൾ സംസാരിക്കേണ്ടി വരുന്നു, മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും കൈകളുടെയും എന്ന് അദ്ദേഹം പറയുകയാണ്. ആ ഭാഷയെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. സ്വന്തം ജീവനപ്പുറം മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് താൻ പലതവണ പ്രാർത്ഥിച്ചത് എന്നുകൂടി മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ എഴുതിയിരുന്നു. നഴ്സുമാരെയും ഡോക്ടർമാരെയും മറ്റ് ആതുര സേവന രംഗത്തുള്ളവരെയും ഒക്കെ പാപ്പ അനുസ്മരിച്ചത് ഇത്തരത്തിൽ നിലപാടുകളുടെയും തുറന്ന എഴുത്തിൻ്റെയും ഒക്കെ മറുപേര് കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ തലമുറയോടും കൃത്യമായിട്ട് അഭിപ്രായമുണ്ടായിരുന്നു മാർപ്പാപ്പയ്ക്ക്. അവരവരെയല്ല ജനതയെ മുന്നിൽ നിർത്തിയുള്ളവരാവണം പുതിയ കാലത്തെ ജീവിതമെന്നും ഒപ്പം തന്നെ ഈ സെൽഫി സംസ്കാരം ഉപേക്ഷിക്കുക, ചുറ്റുമുള്ളവരുടെ കണ്ണുകളും മുഖങ്ങളും കൈകളും ആവശ്യങ്ങളുമൊക്കെ കാണുക, അതിലൂടെ സ്വന്തം മുഖവും സാധ്യതകളും എന്താണ് എന്ന് നിറഞ്ഞ സ്വന്തം കരങ്ങളും കാണുക എന്നാണ് പാപ്പ ഈ കാലഘട്ടത്തിൽ പറഞ്ഞത്. ഒടുവിൽ പറഞ്ഞതും തനിക്ക് രോഗങ്ങളോ ഒന്നുമില്ല എന്നും വിരമിക്കാൻ പദ്ധതിയില്ല എന്നും തനിക്ക് രോഗങ്ങൾ ഒന്നുമില്ലാതെ വിരമിക്കാൻ പദ്ധതിയില്ലാതെ നിൽക്കുന്നൊരു സാഹചര്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ തനിക്ക് സുഖമാണ്, ലളിതമായി പറഞ്ഞാൽ തനിക്ക് വയസ്സായി എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ ആത്മകഥയിൽ മാർപ്പാപ്പ വ്യക്തമാക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്.
ഒരു ജലദോഷത്തെ തുടർന്ന് ഒരു പ്രസംഗം തൻ്റെ സഹായിയോട് വായിക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മാർപ്പാപ്പയുടെ ആരോഗ്യത്തെക്കുറിച്ച് വലിയ ആശങ്കകളൊക്കെ ഈ സമയത്ത് ഉയരുകയും ചെയ്തിരുന്നു. ഇതിനെ ദൂരീകരിക്കുന്നതായിരുന്നു മാർപ്പാപ്പയുടെ പുസ്തകത്തിലെ പരാമർശങ്ങളടക്കം. മാർപ്പാപ്പയുടെ 88ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ആത്മകഥയുടെ പ്രസിദ്ധീകരണം നടന്നത് എന്നുള്ളതാണ്. 2025 ജനുവരി മാസത്തിലാണ് പുസ്തകം പുറത്തിറങ്ങിയത്. ഇതിനുശേഷം ദിവസങ്ങൾക്കുള്ളിലാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില എന്ന് പറയപ്പെടുന്നത് വളരെ മോശമാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കും എത്തി. പലപ്പോഴും പൊതു സമൂഹത്തിന് മുന്നിലേക്ക് എത്താൻ കഴിയാതെ ആയി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.